ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ 10 ഗോൾഡൻ റൂൾസിലെ 7ാമത്തെ പോയിന്റിലേക്കാണ് വന്ന് നിൽക്കുന്നത്. ദാറ്റ് ഇസ് മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ. മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നതിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് നീറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പ്രാക്ടീസ് എക്സാംസ് എഴുതാൻ പറ്റുക. നമ്മൾ എല്ലാ ദിവസവും എഴുതുന്ന ഒരു എക്സാമാണ് ഡെയിലി ടെസ്റ്റ് അല്ലേ. ഡെയിലി ടെസ്റ്റ് മെജോറിറ്റി ഓഫ് ആൾക്കാരും എഴുതുന്നതാണ്. മസ്റ്റായിട്ടും എഴുതിയിരിക്കേണ്ട ഒരു എക്സാമാണ് ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ടോപ്പിക്കിലേക്ക് കയറി അത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ സബ്ജക്റ്റ് ആയിരിക്കാം, വേറെ ടോപ്പിക് ആയിരിക്കാം. അത് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒരു 30 മിനിറ്റ്സിൻ്റെ ഒരു എക്സാം എഴുതുന്നു. സംടൈംസ് അതിനകത്തൊരു 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചിലപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ഇടാം. വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി ടെസ്റ്റ് എഴുതണം. ദാറ്റ് ഈസ് എ മസ്റ്റ് തിങ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എഴുതാൻ സാധ്യതയുള്ള നമ്മൾ എഴുതുന്ന എക്സാംസ് ആണ് വീക്ക്ലി എക്സാംസ് അല്ലേ. വീക്ക്ലി എക്സാംസ് എഴുതുന്നുണ്ടാവും. എല്ലാ ആഴ്ചയും ഒരു പർട്ടിക്കുലർ ഡേയിൽ നിങ്ങളൊരു ലോങ് എക്സാം എഴുതുകയാണ് അല്ലേ. ലോങ് എക്സാം എന്ന് പറയുമ്പോൾ ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഹാവിങ് എന്താ പറയുക 200 ക്വസ്റ്റ്യൻസ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് 2 മണിക്കൂറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു എക്സാം എഴുതുന്നതായിരിക്കും എപ്പോഴും ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ആ ഒരു വീക്കിൽ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് പ്രീവിയസ് ആയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇത് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങൾ അതിൽ നിന്നൊരു ടച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പിടിച്ചു വെക്കുന്നത് ഈ പറയുന്ന വീക്ക്ലി എക്സാംസ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരാം, മന്ത്ലി എക്സാംസ് വരാം. ഓക്കെ, ഈ മന്ത്ലി എക്സാംസ് ഓഫ് കോഴ്സ് ദ പാറ്റേൺ ഓഫ് നീറ്റിന്റെ പാറ്റേണിൽ തന്നെ എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. 200 ക്വസ്റ്റ്യൻസ് തന്നെ വെക്കുക, അതിനകത്ത് പാർട്ട് എ പാർട്ട് ബി എന്ന് പറയുന്ന കാര്യങ്ങൾ വെക്കുക. എന്നിട്ട് അതേ ഒരു പാറ്റേണിൽ അതേ ടൈമിംഗ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി നോക്കുക. മസ്റ്റ് ആയിട്ടും അടുത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു ടിപ്പിക്കൽ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഡെയിലി ടെസ്റ്റിന് 30 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, 30 ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് അക്കോർഡിംഗ് ടു നമ്മളുടെ ഗവൺമെന്റ് നമുക്ക് അനുവദിച്ചു തരുന്ന ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് പെർ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് 1 മിനിറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സമയത്തിനെ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സാം എഴുതാൻ പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. നമ്മൾ അതിൻ്റെ ഒരു പോയിന്റ് ഇനിയിപ്പോൾ വരുന്നുണ്ട് ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ട്. എനിവേ, അപ്പോൾ വീക്ക്ലി എക്സാംസ് ആണെങ്കിൽ പോലും നിങ്ങൾ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടി കുറച്ച് സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. ലൈക്ക് വൈസ് മന്ത്ലി എക്സാം ആണെങ്കിലും. ആൻഡ് ഫൈനലി വെൻ യുവർ ടോട്ടൽ ടോപ്പിക്സ് ആർ കവേർഡ്, എല്ലാ ടോപ്പിക്സും കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ റിവിഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യു മസ്റ്റ് ബി റൈറ്റിംഗ് മോക്ക് ടെസ്റ്റ്. നിങ്ങൾ എന്ത് എഴുതണം, മോക്ക് ടെസ്റ്റുകൾ എഴുതണം. മോക്ക് ടെസ്റ്റ് എത്ര എണ്ണം എഴുതണം എന്നൊരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടൈം യു ഹാവ്. നിങ്ങൾക്ക് എത്ര സമയമുണ്ട് എന്നുള്ളതായിരിക്കും നിങ്ങളെ ഫസ്റ്റ് ക്രൈറ്റീരിയ. പിന്നെ ചില ആൾക്കാർക്ക് ടാർഗറ്റ് വയ്ക്കാം. യെസ്, ഞാൻ നീറ്റ് എക്സാം എഴുതുന്നതിന് മുമ്പ് നീറ്റ് മോഡൽ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ 50 എണ്ണം എഴുതും, 100 എണ്ണം എഴുതും, അല്ലെങ്കിൽ 150 എണ്ണം എഴുതും, 200 എണ്ണം എഴുതും. വാട്ട് എവർ ടാർഗറ്റ് യു ആർ പുട്ടിങ്, നിങ്ങൾ അത് ട്രൈ ചെയ്യാം. നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ഈ മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ തന്നെ യു ആർ മെയ്ഡ്, നിങ്ങൾ ഈ നീറ്റിന് എക്സാമിന് വേണ്ടിയിട്ട് മേക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ഓരോന്നിലും ഗ്രാജുവലി എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് ആദ്യത്തെ എക്സാം അല്ലെങ്കിൽ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് യു മസ്റ്റ് നോട്ട് ബി ഹാവിങ് എന്താ പറയുക 720 ഔട്ട് ഓഫ് 720 കിട്ടണം എന്നുള്ള ഒരു പ്ലാൻ ഒന്നും മനസ്സിൽ വെക്കരുത്. എനിക്കറിയാവുന്നുള്ളത് ഞാൻ അറ്റൻഡ് ചെയ്യും. എനിക്കറിയാവുന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്യുക. ഒരിക്കലും അറിയാത്ത സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, കറക്കി കുത്തി അതിൽ നിന്ന് മാർക്ക് ഉണ്ടാക്കാമെന്ന് കരുതാതിരിക്കുക. അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്യുക. അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്ത് സപ്പോസ് യു ആർ ഗെറ്റിംഗ് ഒരു 120 മാർക്സ് ആണ് ഫസ്റ്റ് എക്സാമിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ബി ഹാപ്പി. 720 എനിക്ക് 120 കിട്ടിയിട്ടുള്ളൂ. നെക്സ്റ്റ് എക്സാമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത എക്സാം നടക്കുന്ന സമയത്ത് അതിനെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. അതൊരു 140 അല്ലെങ്കിൽ 160ലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് അത് 200ലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഗ്രാജുവലി നിങ്ങൾ ഓരോ എക്സാമിലും മാർക്ക് കൂട്ടി വരിക. ദിസ് ഈസ് എ പ്രൈം തിങ് യു ഹാവ് ടു ബി കീപ്പിംഗ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, ഈ സാധനങ്ങൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ആൻഡ് മോക്ക് ടെസ്റ്റുകൾ മാക്സിമം എഴുതുക. മോക്ക് ടെസ്റ്റുകൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പോയിന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Then stay tuned. Okay.